ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അട്ടിമറി നടത്താനും കേസ് ഡയറി തിരുത്താനും ശ്രമിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കേരള പോലീസിലെ എഡിജിപി എം.ആർ. അജിത് കുമാറിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്ത വാർത്തയ്ക്ക് ഇനിയൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല. പ്രതികളായ ഗൺമാൻമാരെ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു വരുത്തി കേസ് ഡയറി തിരുത്താനും സുരക്ഷാ ജീവനക്കാർക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കാനും സമ്മർദ്ദം ചെലുത്തിയെന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആഭ്യന്തര മന്ത്രാലയം നൽകിയ സസ്പെൻഷൻ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായത്. നിലവിൽ ബെവ്കോ ചെയർമാനായിരുന്ന അജിത് കുമാറിന് ഈ അച്ചടക്ക നടപടിയും ക്രിമിനൽ അന്വേഷണവും കാരണം ജൂലൈ 31 വിരമിക്കുന്ന ഫയർഫോഴ്സ് മേധാവിയുടെ ഒഴിവിലേക്ക് ലഭിക്കേണ്ടിയിരുന്ന ഡിജിപി സ്ഥാനക്കയറ്റം തടസ്സപ്പെടും. അച്ചടക്ക നടപടിയും വകുപ്പ് തല അന്വേഷണവും പൂർത്തിയാകുന്നതുവരെ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം സർക്കാർ തടഞ്ഞുവെക്കും. സുപ്രധാന പദവികളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നതോടെ സീനിയോറിറ്റിയിൽ രണ്ടാമനായ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി എഡിജിപി എസ് ശ്രീജിത്ത് ഡിജിപി ആകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നീണ്ട സർവീസ് പാരമ്പര്യമുള്ള ഉദ്യോഗസ്ഥന് സർവീസിന്റെ അവസാന ഘട്ടത്തിലുണ്ടായ ഈ സസ്പെൻഷൻ അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡിനെയും കേഡർ പദവിയെയും ബാധിക്കും. അതേസമയം അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത സർക്കാരിന്റെ നടപടിയെ എ.ഡി. തോമസ് എം.എൽ.എ. സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. കേരള ജനതയ്ക്ക് UDF സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ട ദിനമാണിതെന്നും നിയമവാഴ്ചയിൽ സർക്കാരിന് വിട്ടുവീഴ്ചയില്ല എന്നതിന്റെ തെളിവാണ് ഈ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. വെട്ടിയത് മഴ മറന്നാലും വെട്ടേറ്റ് മരം മറക്കില്ല എന്ന പ്രയോഗം ഓർമ്മിപ്പിച്ച അദ്ദേഹം വെട്ടേറ്റത് കേരളത്തിന്റെ പൊതു മനസാക്ഷിക്കാണെന്നും പ്രതിഷേധിക്കുന്ന യുവാക്കളെ ആക്രമിച്ച സംഭവങ്ങളിൽ ഇനി ആരും നിയമത്തിന് അതീതരാണെന്ന് കരുതരുതെന്നും അഭിപ്രായപ്പെട്ടു. പി ശശിയെയും എം.ആർ. അജിത് കുമാറിനെയും പോലുള്ള അധികാര ദുരുപയോഗം നടത്തിയവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണിതെന്നും UDF സർക്കാർ അധികാരത്തിലെത്തിയാലും നടപടി ഉണ്ടാകില്ലെന്ന് പ്രചരിപ്പിച്ചവർക്ക് ലഭിച്ച മറുപടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള കേസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ നിയമപരവും ഭരണപരവുമായ വഴികളാണ് ഇനി അജിത് കുമാറിന് മുന്നിലുള്ളത്. സസ്പെൻഷൻ നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് വാദിച്ച് അദ്ദേഹത്തിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനും ഡിജിപി തസ്തികയിലേക്ക് സീനിയോറിറ്റി സംരക്ഷിക്കാൻ നിർദ്ദേശം തേടാനും സാധിക്കും. അവിടെ നിന്ന് അനുകൂല വിധി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് സസ്പെൻഷൻ ഉത്തരവിന് മേൽ സ്റ്റേ സമ്പാദിക്കാനുള്ള നിയമ പോരാട്ടം നടത്താം. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് താൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വയനാട്ടിലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള യാത്രാരേഖകളും മറ്റ് തെളിവുകളും ഉയർത്തിക്കാട്ടി നിരപരാധിത്വം തെളിയിക്കാനും ശ്രമിക്കാം. വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങളുടെയും അച്ചടക്ക നടപടികളുടെയും ഫലമനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന് ഡിജിപി പദവി ലഭിക്കുമോ അതോ സർവീസ് ജീവിതം സസ്പെൻഷനിൽ അവസാനിക്കുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്.